നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന പേരുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലൗഡിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ടൈപ്സ് ഓഫ് ക്ലൗഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ പബ്ലിക് ക്ലൗഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പിന്നെ പ്രൈവറ്റ് ക്ലൗഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഹൈബ്രിഡ് ക്ലൗഡ് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഈ ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത് പബ്ലിക് ക്ലൗഡിൻ്റെയും പ്രൈവറ്റ് ക്ലൗഡിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈബ്രിഡ് ക്ലൗഡ് ഈക്വൽ ടു പബ്ലിക് ക്ലൗഡ് പ്ലസ് പ്രൈവറ്റ് ക്ലൗഡ്. അതായത് ചില കാര്യങ്ങൾക്ക് നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് പ്രൈവറ്റ് ക്ലൗഡാണ്. നമുക്കറിയാം, നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. ചില കേസുകൾ എടുക്കുമ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് പബ്ലിക് ക്ലൗഡും ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും കൂടെ ബെറ്റർ വേർഷൻസ് എടുത്തിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഹൈബ്രിഡ് ക്ലൗഡ് ഡെവലപ്പായി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്, അതായത് ഈ പബ്ലിക് ക്ലൗഡിനെയും പ്രൈവറ്റ് ക്ലൗഡിനെയും കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഒരു ഹൈബ്രിഡ് ക്ലൗഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് യൂണിഫൈഡ് ആയിട്ടുള്ള, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള, വെൽ മാനേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അത് എത്രത്തോളം സക്സസ് ആവുന്നു എന്നുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, എത്രത്തോളം അതിനടുത്ത് വരുന്ന റിസ്കുകൾ എന്നുള്ളത് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യുമ്പോഴും മനസ്സിലാവും. ഈ ഹൈബ്രിഡ് ക്ലൗഡിനകത്ത് നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസായിട്ടും അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് പബ്ലിക് ക്ലൗഡ് വെച്ചിട്ടും പെർഫോം ചെയ്യാം. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത് പ്രൈവറ്റ് ക്ലൗഡും ആയിരിക്കും. കാരണം നമുക്ക് രണ്ടിൻ്റെയും ബെറ്റർ വേർഷൻസ് വെച്ചിട്ടാണല്ലോ നമ്മളൊരു ബെറ്റർ ആയിട്ടുള്ള, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ക്ലൗഡ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ക്രിട്ടിക്കലിൻ്റെ കേസിൽ പ്രൈവറ്റും നോൺ ക്രിട്ടിക്കലിൻ്റെ കേസിൽ പബ്ലിക്കും യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഈ ഹൈബ്രിഡ് ക്ലൗഡ് യൂസ് ചെയ്യുന്നത് ഫിനാൻസ്, അതേപോലെ ഹെൽത്ത് കെയർ, യൂണിവേഴ്സിറ്റീസ്, അത്തരം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് പബ്ലിക്കിനെയും കൂടി ഇൻവോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ കൂടുതൽ ഹൈബ്രിഡ് ക്ലൗഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബെസ്റ്റ് ഹൈബ്രിഡ് ക്ലൗഡ് പ്രൊവൈഡർ കമ്പനീസാണ് ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, സിസ്കോ ആൻഡ് നെറ്റ് ആപ്പ് എക്സെട്ര. ഓക്കെ, അപ്പോൾ എന്താണ് ഹൈബ്രിഡ് ക്ലൗഡ്, എന്താണ് അതിൻ്റെ ഒരു മെയിൻ എയിം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പബ്ലിക് ക്ലൗഡിൻ്റെയും പ്രൈവറ്റ് ക്ലൗഡിൻ്റെയും കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ക്ലൗഡ്. യൂണിഫൈഡ് ആയിട്ടുള്ള, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള, വെൽ മാനേജ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് ഇങ്ങനൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇതിനകത്ത് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് പബ്ലിക് ക്ലൗഡ് മാനേജ് ചെയ്യും, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് പ്രൈവറ്റ് ക്ലൗഡ് മാനേജ് ചെയ്യും. പിന്നെ ഇത് ഫിനാൻസ്, ഹെൽത്ത് കെയർ, യൂണിവേഴ്സിറ്റീസ്, അവിടെയൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസാണ് ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, സിസ്കോ ആൻഡ് നെറ്റ് ആപ്പ്. ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് ക്ലൗഡിൻ്റെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ, അതായത് പബ്ലിക് ക്ലൗഡും പ്രൈവറ്റ് ക്ലൗഡും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോം, അതാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആൻഡ് സെക്യൂർ. നമ്മൾ ഇതിൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഇതിനകത്ത് പബ്ലിക് ക്ലൗഡും അതേപോലെ തന്നെ പ്രൈവറ്റ് ക്ലൗഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഫ്ലെക്സിബിൾ റിസോഴ്സസ് ആയിട്ടുള്ള പബ്ലിക് ക്ലൗഡിൻ്റെ റിസോഴ്സസാണ് ഇവിടെ ഒരു സൈഡിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്ലെക്സിബിളാണ്. മാത്രമല്ല ഇത് സെക്യൂർഡും ആണ്. കാരണം പ്രൈവറ്റ് ക്ലൗഡും കൂടെ ഇതിൻ്റെ കമ്പൈൻ ആയതുകൊണ്ട് തന്നെ സെക്യൂർഡ് റിസോഴ്സസുകളും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഫ്ലെക്സിബിലിറ്റിയും സെക്യൂരിറ്റിയാണ്. പിന്നെ വരുന്നത് കോസ്റ്റ് എഫക്റ്റീവാണ്. ഈ ഹൈബ്രിഡ് ക്ലൗഡ് എന്തുകൊണ്ടും പ്രൈവറ്റ് ക്ലൗഡിനേക്കാൾ കോസ്റ്റ് കുറഞ്ഞതാണ്. മാത്രമല്ല ഇങ്ങനെ ആകുമ്പോൾ ഓർഗനൈസേഷന് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനും ആപ്ലിക്കേഷൻ സപ്പോർട്ടിനൊക്കെ വേണ്ടി കൂടുതൽ കോസ്റ്റ് സേവ് ചെയ്യാനും കഴിയും. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പബ്ലിക്കിൻ്റെ ഇതായിക്കോട്ടെ പ്രൈവറ്റ് ക്ലൗഡിൻ്റെതായിക്കോട്ടെ, രണ്ടിൻ്റെയും ഡിമാൻഡ്സ് വെച്ചിട്ട് എങ്ങനെയാണോ ഒരു കമ്പനീൻ്റെ നീഡ്സ്, അതായത് സ്പേസ് ആയിക്കോട്ടെ, മെമ്മറി ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, എങ്ങനെയാണോ അത് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഇതിനകത്ത് കഴിയുന്നുണ്ട്. കാരണം എന്താണ്, പബ്ലിക്കും പ്രൈവറ്റും കൂടെ കമ്പൈൻ ചെയ്ത ഫോം ആയതുകൊണ്ട്. പിന്നെ വരുന്നത് സെക്യൂരിറ്റി. ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത് വളരെ സെക്യൂർഡാണ്. കാരണം എന്താണ്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് പ്രത്യേകമായിട്ട്
പ്രൈവറ്റ് ക്ലൗഡിനകത്താണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഇവിടെ ഈ സെക്യൂരിറ്റി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ നോൺ ക്രിട്ടിക്കൽ ആണെങ്കിൽ പബ്ലിക്കിലും പോവും, ക്രിട്ടിക്കൽ ആണെങ്കിൽ പ്രൈവറ്റിലും പോവും. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ഡാറ്റിൻ്റെ കേസൊക്കെ വരുമ്പോൾ വളരെ സെക്യൂർഡ് ആയിരിക്കും. പിന്നെ വരുന്നതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. ഈ ഹൈബ്രിഡ് ക്ലൗഡ് ഒരു എക്സലൻറ്റ് വേയിലാണ് കാര്യങ്ങൾ, കമ്പനീൻ്റെ കേസുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് വരെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ റിസ്കുകളൊക്കെ മാക്സിമം മാനേജ് ചെയ്ത് പോകാൻ കഴിയും. ഇത്രയാണ് നമ്മളുടെ ഈ ഹൈബ്രിഡ് ക്ലൗഡിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാനുള്ളത്. ഫ്ലെക്സിബിലിറ്റി, സെക്യൂരിറ്റി, കോസ്റ്റ് എഫക്റ്റീവ്, റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ഇഷ്യൂ ആണ്. ഈ ഹൈബ്രിഡ് ക്ലൗഡിനകത്ത് പലപ്പോഴും നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവാറുണ്ട്. ബിക്കോസ് ഇതിനകത്ത് നമ്മൾ പ്രൈവറ്റ് ക്ലൗഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പബ്ലിക് ക്ലൗഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക് നമുക്കറിയാം, അതിനകത്ത് ഒരുപാട് ഈ ട്രാഫിക് ഇഷ്യൂസൊക്കെ വരുന്നതാണ്. പ്രൈവറ്റിൻ്റെ കേസിൽ വരാത്തതാണ്. പക്ഷേ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ വരുമ്പോൾ നെറ്റ്വർക്കിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആവുകയും നെറ്റ്വർക്കിംഗ് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. പിന്നെ വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പാറ്റിബിലിറ്റി. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒരു ഡ്യുവൽ ലെവൽസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഡ്യുവൽ നാച്ചറിലുള്ള 2 ക്ലൗഡ് നമ്മളിവിടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രൈവറ്റ് ക്ലൗഡും ഉണ്ട്, പബ്ലിക് ക്ലൗഡും ഉണ്ട്. ഈ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ കൺട്രോളിംഗ് ഉള്ള ഒരു കാര്യമാണ്. അതായത് ഒരു കമ്പനീൻ്റെ മേലിൽ കൂടുതൽ കൺട്രോളിങ് വരുന്നതാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. എന്നാൽ പബ്ലിക് ക്ലൗഡിൻ്റെ കേസിൽ ആ ഒരു കൺട്രോൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടും 2 സെപ്പറേറ്റ് സ്റ്റാക്കായിട്ട് റൺ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം രണ്ടും ഡിഫറെൻറ്റ് നേച്ചറിലുള്ള 2 ക്ലൗഡുകളാണ് നമ്മളിവിടെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പാറ്റിബിലിറ്റി വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട്. ഇതാണ് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഹൈബ്രിഡ് ക്ലൗഡിനകത്ത് പറയാനുള്ളത്. പിന്നെ വരുന്നതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഈ സർവീസസ് എങ്ങനെയാണോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ക്ലൗഡ് സർവീസസ് പ്രൊവൈഡർ എങ്ങനെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ റിലയബിലിറ്റി കിടക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒരു സൈഡിൽ വളരെ പ്രൈവറ്റ് ആയിട്ടും അല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലൗഡും ആണ് യൂസ് ചെയ്യുന്നത്, മറ്റേ സൈഡിൽ പബ്ലിക് ക്ലൗഡും ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ ഒരു കൺഫ്യൂഷൻ റിലയബിലിറ്റിൻ്റെ കേസിൽ വരും. പക്ഷേ ഒരു പരിധി വരെ നമ്മൾ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രൈവറ്റും നോൺ ക്രിട്ടിക്കൽ സെക്ഷൻ പബ്ലിക്കും ആണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ റിലയബിലിറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ഇഷ്യൂ ആയിരുന്നു. സ്വാഭാവികമായിട്ടും അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. പ്രൈവറ്റിൻ്റെ ക്ലൗഡും പബ്ലിക് ക്ലൗഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പാറ്റിബിലിറ്റിൻ്റെ കേസിലും നമ്മൾ ഇഷ്യൂ പറഞ്ഞു. കാരണം ഒന്ന് കൂടുതൽ കൺട്രോൾ വരുന്നതാണ്, ഒന്ന് തീരെ കൺട്രോൾ ഇല്ലാത്ത ടൈപ്പ് കമ്പനിയിൽ കൺട്രോൾ കുറച്ചിട്ടുള്ളതും ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ റൺ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് സ്റ്റാക്കായിട്ട് തന്നെ മാറും. അങ്ങനെ ആകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പാറ്റിബിലിറ്റി ഇഷ്യൂ വരും. പിന്നെ വരുന്നത് റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ എങ്ങനെയാണോ അതിൻ്റെ സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയാണ് ഹൈബ്രിഡ് ക്ലൗഡിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.